ഫ്രണ്ട്സ്, എല്ലാവർക്കും SP ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഓണസദ്യ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തു. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വിളമ്പാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിന് ടാപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഓണസദ്യ ഉണ്ടല്ലോ. അപ്പൊ ഇതാ നല്ല വാഴയില നമ്മൾ വെച്ച് കഴിഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഴയിലയുടെ തുമ്പ് വരേണ്ടത്. നമുക്കിനി ഓരോന്നായിട്ട് വിളമ്പാം. അപ്പൊ ആദ്യമേ നമുക്ക് വറുത്ത ഐറ്റംസ് ഒക്കെ വെക്കാം. ഞാൻ അപ്പം ചിപ്സ് വെക്കുന്നുണ്ട്, ഏത്തയ്ക്ക വറുത്തത്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ശർക്കര വരട്ടി വെക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇനി അടുത്തത് നമ്മൾ നല്ല തൈര് മുളക് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചിപ്സിന്റെ അടുത്തായിട്ട് പുളി ഇഞ്ചി വെച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറി എന്നും പറയും കേട്ടോ. മാങ്ങാച്ചാറ്. നമുക്ക് ഈ സൈഡിലായിട്ട് അവിയൽ വെക്കാം. അടുത്ത് നമുക്ക് ബീൻസ് ക്യാരറ്റ് തോരനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തത് നല്ല ചേന മെഴുക്കുവരട്ടി. അടുത്ത് നല്ല കൂട്ടുകറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അതൊന്ന് വെച്ചു കൊടുക്കാം. കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് നല്ല പിങ്ക്, നല്ല പച്ചടി, നല്ല കളറാണ്. അടുത്തത് പൈനാപ്പിൾ കിച്ചടി. അടുത്ത എന്റെ ഫേവറേറ്റ് ആണ് ഓലൻ. ലാസ്റ്റ് ഐറ്റമായി എരിശ്ശേരിയും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ തോരൻ എല്ലാ ഐറ്റംസും നമ്മളുടെ ഉപ്പേരി എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ചോറ് വിളമ്പാം. നല്ല ചൂട് ചോറ്. അപ്പം നമുക്ക് ഈ ചോറിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം വെച്ചിട്ട് അതിലോട്ട് കുറച്ച് പരിപ്പ് കറി ഒഴിക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം. നെയ്യ്. അതിൻ്റെ മുകളിലേക്ക് ഒരു പപ്പടം വെക്കണം. എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. ഇപ്പോൾ നല്ല പരിപ്പും പപ്പടവും ചോറും കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഈ ബാക്കിയുള്ള ചോറിലോട്ട് സാമ്പാർ ഒഴിക്കണം. നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. പകുതി സാമ്പാറും കൂട്ടി കഴിച്ചു. ഇനി നമുക്ക് കുറച്ച് മോരൊഴിച്ച് ബാക്കിയുള്ള സാമ്പാറും ചോറും കൂടെ കുഴച്ചും കഴിക്കാം. അത് ഒഴിച്ച് മോര് സാമ്പാർ ഒഴിച്ചു. നമുക്ക് കുഴച്ച് ഇതങ്ങോട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കൂട്ടൊക്കെ എടുത്ത് അങ്ങ് കഴിക്കണം. ഈ സാമ്പാറിൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെ ഓരോന്ന് എടുക്കാം. ഒക്കെ അങ്ങ് കൂട്ടി കഴിക്കുക. ചോറും മോരും തോരനും എല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പായസം കഴിക്കാം. നമുക്ക് ഇച്ചിരി സ്ഥലം മാറ്റി വെക്കാം. നല്ല പായസം അടപ്രഥമനാണ് എടുക്കുന്നത്. അടപ്രഥമൻ ഇവിടെ ഒഴിക്കട്ടെ. നല്ല അടപ്രഥമനും പഴവും കൂട്ടി കഴിക്കാം. ഇങ്ങനെ ഞെവിടി ഈ പ്രഥമൻ്റെ കൂടി ഇങ്ങനെ കഴിക്കുക. അപ്പോൾ പകുതി പഴം വെച്ചേക്കണം. നമുക്ക് ഒരു പായസം കൂടെ വരാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ശർക്കര വരട്ടി എടുത്ത് കഴിക്കാം. അടുത്തത് സേമിയ പായസം. നല്ല മുന്തിരിങ്ങയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അതും കുറച്ച് പഴവും എടുത്ത് അതും കഴിക്കാം. നമ്മളുടെ അവസാനത്തെ പായസമായ പാലട പായസം. അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇച്ചിരി ഇഞ്ചി ചാറും കൂട്ടി അത് കഴിക്കുക. ബാക്കി ഇരിക്കുന്ന പഴവും കൂടെ ഞെവിടി അങ്ങ് തിന്നാം. അപ്പോൾ നമ്മൾ പായസം എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി ചോറ് ഇടാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പച്ചമോര് കയ്യിലോട്ടൊഴിക്കുക. എന്നിട്ട് ഇച്ചിരി കുടിച്ച് ബാക്കി വരുന്ന ഇങ്ങനെ എവിടെ ഇച്ചിരി ഇഞ്ചി അച്ചാറും ഒക്കെ കൂട്ടി നമുക്കങ്ങോട്ട് കഴിക്കാം. അപ്പോൾ അത് പകുതി നമ്മൾ കഴിച്ചു. ഇനി കുറച്ച് രസം ഒഴിക്കണം. അതും വേണമെങ്കിൽ കയ്യിലൊഴിക്കാം. കുറച്ചൊഴിക്കുക, എന്നിട്ട് കുടിക്കുക. ബാക്കി രസവുമായിട്ട് നമ്മളെല്ലാ ഐറ്റവും അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതാ ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിക്കുക. അപ്പം നമ്മൾ സദ്യ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇല ഇങ്ങനെ ഇരിക്കണം. ഓണസദ്യ എല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞ് നല്ല ഓണസദ്യയായിരുന്നു. അപ്പം നമ്മളുടെ ഒരു ചെറിയ ഓണസദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. സൂപ്പർ സദ്യ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.
ബൈ ബൈ.